അണ്ണാ ഹാപ്പി ആണോ? ഓ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ഇപ്പോഴത്തെ ഓണം എന്തിരി, അതൊക്കെ നമ്മുടെ കാലത്ത് ഓണം. ശരിയാണ് ചേട്ടാ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭാഗ്യമൊന്നുമില്ല. എന്തൊരു ഭാഗ്യമില്ലെന്ന് നമ്മക്കാണ് ഭാഗ്യമില്ലാത്തത്. ഡേയ് പണ്ട് നിന്നെ വീട്ടിൽ നിന്ന് വെളിയിറക്കണം ഓണപ്പരിപാടിയാണ്. പണ്ട് ഞാനും ഇവനും കൂടെ വീടിന്റെ മതിലിന്റെ സൈഡിൽ നിന്ന് ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. എന്റെ തന്തപ്പടി അടിച്ച് പൊട്ടിച്ചളഞ്ഞു. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഓണം ആഘോഷിച്ചു തുടങ്ങുന്നത്. ഈ 35 വയസ്സായി സെറ്റിലൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഓണം ആഘോഷിച്ചു തുടങ്ങുന്നത്. പണ്ട് അവൻ ഓണപരിപാടിക്കൊന്നും അവൻ്റെ അച്ഛൻ വിടൂലായിരുന്നു. അവൻ്റെ കരച്ചിൽ അവൻ്റെ വീട്ടിൽ നിന്ന് അങ്ങ് എൻ്റെ വീട്ടിൽ വരെ കേൾക്കായിരുന്നു. അങ്ങനെ വളർത്തിയവനാണ് അവനെ. ഒരു ഓണക്കോടി മാച്ചെന്ന് വീടിനകത്ത് പിടിച്ചിട്ടിരിക്കും. അയൽക്കാർ പിള്ളേരുടെ സഹകരിക്കാൻ സമ്മതിക്കില്ല. വീട്ടിൻ്റെ മുറ്റത്ത് പരിപാടി നടന്നിട്ട് അവനെ വിട്ടിട്ടില്ല. ഇത് നിന്റെ അച്ഛന് വല്ല പ്രശ്നം ഉണ്ടാടി? അല്ലാതെ പിന്നെ മനുഷ്യന്മാരും ഇങ്ങനെ കാണിക്കില്ലേ. ഇപ്പം പിന്നെ നമുക്ക് ഫ്രീ മൈൻഡ് എപ്പോഴാണ് വീട്ടിൽ കയറാം. അതൊക്കെ പോട്ട്, ഒരു ചെറുതെടുക്കണ്ടേ? ചെറുതാ ഇന്നിന് വാപ്പിളിക്കാണ്. വലുത് എന്നെ ഫോൺ വിളിച്ച് കിട്ടില്ലെങ്കിൽ നേരെ വീട്ടിൽ വന്നാൽ മതി. ഓക്കെ പോട്ടെ, കുറച്ച് പരിപാടികളുണ്ട് വീട്ടിൽ പോയിട്ട്. 5 hours later. വിജയാന്തേ ഡേ, വിജയാന്തേ വിജയാന്തേ ഡേ, വാടാ. കണ്ടേ മാമ ഞാൻ തന്നെ മാമ ലാല് ലാല്. ആ ലാലാടാ, ഗേറ്റിനകത്ത് കയറി എന്റെ കാലടിച്ചൊടിക്കും മൈരെ. ചെറുക്കനെ വിളിച്ചോണ്ട് പോകാൻ വന്നിരിക്കുകയാണ് വീട്ടിൽ. കൊച്ചു ചെറുക്കനെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടിട്ട്.